വെൽക്കം ബാക്ക് ടു ഗൈസ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഇമ്പൾസിൻ്റെ ഒരു ചെറിയ അപ്ഗ്രേഡേഷൻ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഫുഡ് ട്രസ്റ്റാണ്. ഫുഡ് ട്രസ്റ്റിൻ്റെ ഫ്രണ്ട് ഫുഡ് ട്രസ്റ്റ് ഭയങ്കര ചെറുതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വലിയൊരു ഫുഡ് ട്രസ്റ്റാണ് ഉദ്ദേശിക്കണം ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കതാകുമ്പോഴത്തേക്കും ടൂറിങ്ങിനും ഇത്തിരി ഓഫ് റോഡിങ്ങിനൊക്കെ ഇത്തിരി കൂടി നല്ലതായിരിക്കും. അടുത്ത നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന KTM ADVയുടെ 250യുടെയും 390യുടെയും സെയിമാണ്. അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് വന്നിട്ട് 371 രൂപയാണ് റേറ്റ് വന്നേക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നൈസായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചൊന്ന് ബ്ലാക്ക് ആക്കിയെന്ന് രണ്ടും. അപ്പം ബ്ലാക്ക് ആക്കിയതിൻ്റെ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ബ്ലാക്ക് ആക്കണമെന്നല്ല, ഞാൻ ജസ്റ്റ് ആക്കിയെന്നുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻസ്റ്റാളേഷനും കൂടി ഞാനായിരുന്നു നോക്കാം കഴിച്ച്. നമുക്ക് ഈ KTMൻ്റെ ഫുഡ് ഡ്രസ്സിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേറെ വിഷയമില്ല, അതുകൊണ്ട് നമുക്ക് ഹീറോൻ്റെ ആണെങ്കിലും ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് അഴിക്കാൻ വേണ്ടി ഈ ഫുഡ് ഡ്രസ്സിൻ്റെ താഴെ ഒരു ലോപ്പിനുണ്ട്, ഇതുപോലത്തെ ചെറിയൊരു. നമുക്ക് നോസ് പ്ലെയർ വെച്ചിട്ട് അത് ഒന്ന് ഊരിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെ ഒന്ന് ഒരു ചുറ്റികം കൊണ്ട് നമുക്കൊന്ന് മേലോട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഊരിയെടുക്കാം ഫുഡ് ഡ്രസ്സിൻ്റെ കേട്ടോ. അപ്പോൾ കഴിച്ച് നമുക്ക് ഈ രണ്ട് തമ്മിൽ ഫുഡ് ഡ്രസ്സിൽ വ്യത്യാസമാണ്. ഞാൻ ഈ റബ്ബർ ഊരിയിട്ട് നമ്മുടെ KTMൻ്റെ ഫുഡ് ഡ്രസ്സും തമ്മിൽ കാണിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തമ്മിൽ രണ്ടിൻ്റെ വ്യത്യാസം കഴിച്ച്. ഇതുകൊണ്ട് ഇത്രയും വ്യത്യാസമുണ്ട് നമ്മുടെ സ്റ്റോക്കും KTMൻ്റെയും തമ്മിൽ. അപ്പോൾ നമുക്ക് ഇതിലൂടെ പിടിപ്പിക്കാൻ വേണ്ടി ഇത് വേറെ ആൾട്രേഷനോ കാര്യങ്ങളോ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഫുഡ് ഡ്രസ്സിൽ ഡയറക്റ്റ് ഷൂട്ടാണ്. ഇതിലാകെ നമുക്കൊന്ന് മാത്രം മാറ്റാനായിട്ടുള്ളൂ. നമുക്ക് ഇമ്പൾസിൻ്റെ കൂടെ വരുന്ന ഈ സ്പ്രിങ് നമുക്ക് ഇതിന് സൂട്ടാകത്തില്ല. അപ്പോൾ ഈ സ്പ്രിങ് മാറ്റേണ്ടി വരും. അപ്പോൾ ഈ സ്പ്രിങ് ഈ ഫുഡ് ഡ്രസ്സിലോട്ട് നമുക്ക് സൂട്ടാക്കാൻ എടുക്കാൻ പറ്റില്ല. ഇതിന് ടെൻഷനും കൂടുതലാണ്, ഇത്തിരി വിട്ടും കൂടുതലാണ്. അപ്പോൾ ഞാനതിൽ ചെയ്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഹീറോൻ്റെ എക്സ്പൾസിൻ്റെ തന്നെ ഫ്രണ്ടിലെ ഫുഡ് ഡ്രസ്സിൻ്റെ സ്പ്രിങ് എടുത്താൽ മതി. ഇതിന് നമുക്ക് ആകെ 24 രൂപ അടുത്തേ വരുന്നുള്ളൂ. ഇത് നമുക്ക് ഈ ഫുഡ് ഡ്രസ്സിലോട്ട് ഡയറക്റ്റ് ഷൂട്ടാണ്, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിച്ചു തരാട്ടോ. അതുകൊണ്ട് ഇത് സെൻട്രലോട്ട് നേരെ വെക്കുക, പിന്നെ നമ്മുടെ അതിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ സാധനം ലോക്കായിട്ട് അവിടെ ഇടുന്നോളൂ. പിന്നെ നമ്മുടെ താഴെ വരുന്നൊരു വാഷറുണ്ട്, വാഷർ ഇടണം. അതിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ ലോക്ക് വരുന്നത്, മറ്റേ പിൻ ടൈപ്പ് ആയിട്ട് വരുന്നത്. നമ്മൾ ആദ്യം ഊരിയെടുത്ത ലോക്ക് എല്ലാം തിരിച്ചതേപോലെ തന്നെ വെക്കുക. സെയിം മെത്തേഡ് തന്നെയാണ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യാനായിട്ടുള്ളതാ. അപ്പോൾ നോസ് പ്ലെയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ പിന്നിൻ്റെ രണ്ട് എൻഡും ഓപ്പോസിറ്റായിട്ട് വെക്കുക. ഇതേപോലെ ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇത് നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ബ്രേക്ക് പെഡലും കൂടി ഇത് മാറ്റി ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക് പെഡൽ നമ്മുടെ റൈറ്റ് സൈഡിലെ ഫുഡ് റെസ്റ്റ് തന്നെ ഞാൻ
അതൊന്ന് കട്ട് ചെയ്തിട്ട് നേരെ ആ ബ്രേക്ക് പെഡലിൻ്റെ അവിടെ അറ്റത്തോട്ട് ഞാൻ വെൽഡ് ചെയ്തത്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടോ, നമ്മൾ കുറച്ചും കൂടി വലുതുമാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് റെസ്റ്റും ബ്രേക്ക് പെഡലും ലെവലാട്ടത്. അപ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കാനായിട്ടാണ് നമ്മളൊരു ടീസ്പാൻഡർ വെച്ചേക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ KTMൻ്റെ ഫുഡ് റെസ്റ്റ് നമുക്ക് എക്സ്പൾസ് 2 വീലും 4 വീലും റാലി എഡിഷനിലും നമുക്ക് ഡയറക്റ്റ് സൂട്ടാട്ടോ. അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. നമുക്ക് വേറെ ബൈക്കുകളും യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ എന്തെങ്കിലും ആൾട്രേഷൻ ചിലപ്പോൾ വേണ്ടി വരുന്നതെങ്കിലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.